ജീസസ് ദ CEO എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പമായിരിക്കുക മിൽമയുടെ മലബാർ മിൽക്ക് യൂണിയൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KT തോമസ് സർ. നമസ്കാരം സർ. നമസ്കാരം സർ, സാറിനെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. സാറിനെ കുറിച്ച് പ്രേക്ഷകരോട് സാറ് തന്നെ ഒന്ന് പറയാമോ? ഞാൻ മിൽമയുടെ മലബാർ മേഖലയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി ഞാനൊരു ഡയറി ടെക്നോളജിസ്റ്റാണ്. ഞാൻ ഗുജറാത്ത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡയറി ടെക്നോളജിയിലാണ് എൻ്റെ ബിരുദം. ആ വർഷത്തെ 1980 ബാച്ചിലെ സെക്കൻഡ് റാങ്കോടുകൂടിയാണ് ഞാൻ ഡയറി ടെക്നോളജി എടുത്തത്. ഓക്കെ. ആ കോഴ്സ് കഴിയുന്ന സമയത്തായിരുന്നു കേരളത്തിൽ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ക്ഷീര വികസന പദ്ധതി ദേശീയ ക്ഷീര വികസന ബോർഡ് തുടങ്ങാനിടയായത്. അപ്പോൾ അതിലേക്ക് എനിക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി സെലക്ഷൻ കിട്ടിയെങ്കിലും എനിക്ക് എൻ്റെ പരീക്ഷ ഫൈനലാകാത്തതുകൊണ്ട് ജോയിൻ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠനം കഴിഞ്ഞ് ആന്ധ്രയിൽ ഒരിടത്തേക്ക് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്നാണ് എനിക്ക് മിൽമയുടെ ഈ പരിപാടിയിൽ ഈ ഓപ്പറേഷൻ ഫ്ലഡിലേക്ക്, അന്ന് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ അന്ന് കേരളത്തിലുണ്ടായിരുന്ന പരമ്പരാഗത സംവിധാനങ്ങളെ അടിമുടി മാറ്റിമറിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ബദലായിട്ട് അല്ലെ പകരമായിട്ട് ഒരു 80 പ്രൊഫഷണൽസിൻ്റെ ഒരു ടീമിന് ഈ ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ, മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യൻ ആയിരുന്നു ഇതിൻ്റെ ആസൂത്രകൻ. അപ്പോൾ അദ്ദേഹം കേരളത്തിൽ വലിയ ക്ഷീര സാധ്യതകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കേരളത്തെ അങ്ങനെ വലിയ പരിഗണനയിൽ വന്നിരുന്നില്ല ആ പ്രോജക്റ്റ്. പക്ഷേ നമ്മുടെ പഴയ മിനിസ്റ്റർ ഗൗരിയമ്മ അദ്ദേഹത്തെ പോയി കാണുകയും നിങ്ങളുടെ സ്വന്തം നാടായ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു റിക്വസ്റ്റിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഈ ഓപ്പറേഷൻ ഫ്ലഡ് പരിപാടിയിൽ കേരളത്തെ ഉൾപ്പെടുത്തുകയും. അപ്പോൾ അദ്ദേഹം 2-3 കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. ഒന്ന്, നിലവിൽ എന്തെങ്കിലും സംവിധാനമുണ്ടോ അതിനെല്ലാം കോഓപ്പറേറ്റീവ്സ്, ഫാർമേഴ്സ് ഓൺഡ് സിസ്റ്റംസ് ആയിട്ട് മാറ്റണം. ഗവൺമെൻറ് ബിസിനസ് നടത്തുന്ന രീതിയിൽ നിന്ന് മാറി കൃഷിക്കാർ ബിസിനസ് നടത്തുന്ന ലെവലിലേക്ക് ക്ഷീരമേഖലയെ മാർത്ത് എടുക്കണം. 2, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ജോലി രാജിവെച്ച് ഈ പുതിയ സംവിധാനത്തിൽ ചേരണം, കൃഷിക്കാരുടെ ശമ്പളം പറ്റണം. ഓക്കെ. 3, എനിക്ക് എൻ്റേതായ പ്രൊഫഷണൽസിനെ ഇതിലേക്ക് ഇൻഡക്റ്റ് ചെയ്യാനും എൻ്റെ രീതിയിൽ ഈ പദ്ധതി നടത്താനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും സർക്കാർ തരണം. അപ്പോൾ അതെല്ലാം ഗൗരിയമ്മ സമ്മതിച്ചതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഈ പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ ആ എൻ്റേതായ ടീം എന്ന് പറഞ്ഞ ആ സങ്കല്പത്തിനനുസരിച്ചാണ് എനിക്ക് റിക്രൂട്ട്മെൻറ്റ് നടന്നതും. ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. എൻ്റെ കോഴ്സ് തീരുന്നതിന് മുമ്പ് എന്നെ സെലക്ഷൻ കഴിഞ്ഞതുമായിരുന്നു. പക്ഷേ കോഴ്സ് അവസാനിച്ചപ്പോഴേക്കും ആദ്യ ടീം ആൾക്കാർ ജോലി ചെയ്ത് ട്രെയിനിങ്ങും തുടങ്ങി. അപ്പോൾ ഞാനിത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക നിമിത്തമെന്നോളം എനിക്ക് വീണ്ടും ഇതിലേക്ക് ക്ഷണം കിട്ടി. അങ്ങനെ ഞാൻ വന്ന് 1 വർഷം ആനന്ദിലെ ഈ അമൂൽ സംവിധാനത്തിൻ്റെ വിവിധ പ്ലാന്റുകളിലും ഗ്രാമങ്ങളിലും എല്ലാം ട്രെയിനിങ് എടുത്ത ശേഷമാണ് നമ്മൾ കേരളത്തിലേക്ക് പോസ്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാപനമില്ല. വി ഹാവ് ടു ക്രിയേറ്റ് അവർ എവരിതിങ് ഹാസ് ടു ബി ക്രിയേറ്റഡ്. അതെ, അങ്ങനെ 1980 ഞങ്ങൾ തുടങ്ങിയ സ്ഥാപനമാണ് ഇന്നത്തെ മിൽമ. അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞ് ഒരു മിൽമയിൽ വന്ന് ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മാനേജ്മെൻറ്റ് തലത്തിലുള്ള എക്സ്പെർട്ടൈസും കൂടെ ആവശ്യമാണെന്നുള്ള ഒരു തോന്നൽ വന്നു. അപ്പോൾ അത് സംബന്ധമായ ഒരു എൻട്രൻസ് എഴുതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ഇൻ ആനന്ദ്. അവിടെ ആ സ്ഥാപനം ഇത്തരം ഗ്രാമീണ കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ കോർപ്പറേറ്റ് ബോഡീസ് അല്ലെ കോഓപ്പറേറ്റീവ് ബോഡീസിന് വേണ്ടിയിട്ട് വേണ്ട എക്സിക്യൂട്ടീവ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ഞാൻ അന്നൊക്കെ മാരേജൊക്കെ കഴിഞ്ഞിരുന്നു. ഫാമിലിയായിട്ട് എനിക്ക് എൻട്രൻസ് പാസ്സായി കഴിയുമ്പോൾ എൻ്റെ പഠന ചെലവും എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസവും ക്വാർട്ടേഴ്സും അവിടെ പഠിക്കാനുള്ള ഫീസും ശമ്പളവും എല്ലാം തന്നുകൊണ്ടാണ് 2 വർഷം വീണ്ടും ഞാൻ ആനന്ദിലെത്തി. അങ്ങനെ റൂറൽ മാനേജ്മെൻറ്റിൽ എനിക്ക് മാസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ എക്സ്പീരിയൻസ് ഇതൊക്കെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അതിലൂടെ പിന്നെ മിൽമയിലൂടെയാണ് ഞാനിപ്പോൾ എന്താണോ അത് എന്നെ ആനന്ദും മിൽമയും എല്ലാം കൂടെ ചേർത്ത് ഉരുത്തിരിച്ചെടുത്ത ഒരു വലിയ ദൗത്യത്തിലേക്കാണ് എന്നെ. ടോട്ടൽ എത്ര വർഷമാണ് മിൽമയിൽ ജോലി ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ഞാൻ 34 വർഷമായിട്ട് മിൽമയിൽ
ജോലിയാണ്. 34 ലോങ് ഇയേഴ്സ് അല്ലേ? അത് വിവിധ തസ്തികകളിൽ പല ഫാസറ്റ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ സാറേ, ഈ ക്ഷീരവികസനം അങ്ങനെ ഒരു മേഖലയിലേക്ക് സാറ് കടന്നു വരാനായിട്ട് സാറിൻ്റെ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു? അതൊരു നിമിത്തമാണെന്ന് തന്നെ പറയാം. എവിടെയും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാനന്ന് കൂത്തുപറമ്പിലായിരുന്നു പഠിച്ചത്. എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. എൻ്റെ ഫാദർ മരിച്ചതിന് ശേഷം എൻ്റെ ബ്രദർ ഞങ്ങളെയൊക്കെ കൂടി, അദ്ദേഹം കൂത്തുപറമ്പ് നിർമ്മലേരി കോളേജിലെ പ്രൊഫസറായിരുന്നു. ഞങ്ങൾ ബ്രദേഴ്സിനെയും ഞങ്ങൾക്കൊരു സിസ്റ്ററും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഈ കൂത്തുപറമ്പിൽ വന്നായിരുന്നു ഞങ്ങളുടെ അനന്തര പഠനമൊക്കെ നടന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഈ പത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ദിവസവും അടുത്തുള്ള തുക്കിലങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് വേണം പത്രം എടുക്കാൻ. അങ്ങനെ പത്രം എടുക്കാൻ പോകുന്ന അവസരത്തിൽ ഒരിക്കലും എൻ്റെ സ്കൂളിലേക്ക് ഒരു ഫിലിം ഡിവിഷൻ്റെ അന്നുള്ള ഫീൽഡ് പബ്ലിസിറ്റി ബ്യൂറോയുടെ സിനിമാ പ്രദർശനം നടത്താൻ വന്ന ഒരു സർദാർജിയെ പരിചയപ്പെടാനിടയായി. അദ്ദേഹത്തിൻ്റെ ഈ ഫിലിം പരിപാടിയൊക്കെ നടത്തുന്നതിൻ്റെ ഒരു സഹായിയായിട്ട് കൂടി. അങ്ങനെയുള്ള ആ സഹായിയുടെ തലത്തിൽ നിന്നുള്ള ദിവസമുള്ള ഫിലിം ഷോയിൽ ഒരിക്കലും ഞാൻ ഈ ആനന്ദിലെ വലിയ വിപ്ലവത്തെക്കുറിച്ച് ഉള്ള ഫിലിം കാണാനിടയായി. വൈറ്റ് റെവല്യൂഷൻ ഇൻ ആനന്ദ്, അതിനെ സംബന്ധിച്ചുള്ള ഒരു ചിത്രമായിരുന്നു. ഈ സർദാർജി എന്ന് പറയുന്നത് അദ്ദേഹം പകൽ സമയങ്ങളിലൊക്കെ ഫ്രീ ആയിരുന്നുകൊണ്ട് അയാളുടെ കൂടെ എനിക്ക് ഒത്തിരി സമയം ചിലവഴിക്കാൻ സമയം കിട്ടും. അപ്പോൾ അങ്ങനെ ആ സർദാർജിയാണ് ഒരിക്കൽ എന്നോട് ചോദിച്ചത് എന്തായി തീരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ അവ്യക്തമായിട്ട്, എനിക്ക് പൂർണ്ണമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഏതാണ്ട് റൂറൽ ഡെവലപ്മെൻറ്റ്, ഫാം ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ കാർഷിക അങ്ങനെയൊക്കെയുള്ള ഒരു അവ്യക്തതയിലൂടെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അന്ന് രാത്രിയിൽ കാണിക്കാൻ പോകുന്ന ഈ ക്ഷീര മേഖലയെക്കുറിച്ച്, ആനന്ദിൻ്റെ വിജയത്തെക്കുറിച്ചുള്ള ഫിലിമിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. അത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ലൈനായിട്ട് തോന്നി. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് 6ാം ക്ലാസ്സിലാണ്. പിന്നെ ഞാൻ പഠിച്ചു, പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് യാദൃശ്യമായിട്ട് എൻ്റെ ബ്രദർ ഒരാൾക്ക് ആനന്ദിൽ തന്നെ ജോലി കിട്ടി. അപ്പോൾ അദ്ദേഹം ഈ ആനന്ദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഈ ഡയറി ടെക്നോളജി കോഴ്സിനെ കുറിച്ച് അറിയുകയും എനിക്ക് അവിടെ നിന്ന് അതിൻ്റെ അപേക്ഷാ ഫോറം അയച്ചു തരികയും, അങ്ങനെ ഞാനതിൽ വിജയിച്ചു. അവിടുന്ന് അതിൻ്റെ എൻട്രി കിട്ടി. അങ്ങനെ പിന്നെ 4 വർഷം വാസ്തവത്തിൽ നമ്മുടെ ഒരു ടീനേജ് കാലമാണ്. 17 വയസ്സ് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ ലെവലിലേക്ക് എത്തുന്ന ആ 4 വർഷം നമ്മൾ വലിയൊരു ലോകത്തെ മനസ്സിലാക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടുപുറങ്ങളിൽ നിന്നൊക്കെയുള്ള സ്ഥിതിയിൽ നിന്ന് മാറിയ ഒരു വിശാല ലോകം. അവിടെ ഈ ആനന്ദിൻ്റെ പ്രത്യേകത വെച്ചാൽ സാധാരണക്കാരായ ക്ഷീരകർഷകരെ അവർ സംഘടിപ്പിച്ച് വലിയൊരു ബ്രാൻഡിലേക്ക് വളർത്തി, മാർക്കറ്റ് എംപവർമെൻറ്റ് വഴി വലിയൊരു പ്രസ്ഥാനമാക്കി വളർത്തുകയും അതിൻ്റെ നന്മകൾ വീണ്ടും ഗ്രാമങ്ങളിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ഈ അമൂൽ. അപ്പോൾ അമൂൽ, എൻ്റെ ഈ ഡയറി ടെക്നോളജിയുടെ പഠന ഭാഗമായിട്ട് പല പ്രാക്ടിക്കൽസിനും ഞങ്ങൾക്ക് അമൂലിലേക്ക് പോകണം. ഓരോ തവണ അമൂലിൽ ചെല്ലുമ്പോഴും നമുക്ക് ഇതുപോലെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ എന്ന് എനിക്കൊരു സ്വപ്നം വരികയും, അങ്ങനെ അന്ന് ഈ ഓപ്പറേഷൻ ഫുഡിനെ കുറിച്ചൊന്നും അല്ല ഗൗരിയമ്മ വരുന്നതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. എനിക്ക് അന്നത്തെ എൻ്റെ പൊട്ടബുദ്ധിക്ക് ഞാൻ നമ്മുടെ സെബാസ്റ്റ്യൻ വെള്ളോപ്പള്ളി തിരുമേനിക്ക് ഒരു കത്തയച്ചു. അതായത് എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ നമ്മുടെ കുടിയേറ്റ ഗ്രാമങ്ങളിൽ ഇതുപോലെ ഒരു പ്രസ്ഥാനം. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. അവധിക്ക് വരുമ്പോൾ കാണണമെന്നൊക്കെ പറഞ്ഞ് കത്ത് തന്നു, മറുപടി തന്നു. അദ്ദേഹത്തെ വന്ന് കാണുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഏതായാലും ഇപ്പോൾ താങ്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് പഠനമൊക്കെ കഴിഞ്ഞ് വരിക, വ്യക്തമായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി അപ്പോഴേക്കും എന്നൊക്കെ പറഞ്ഞൊരു ഒരു സന്തോഷത്തിൽ അദ്ദേഹം എന്നെ തിരിച്ചയച്ചു. ഭാഗ്യത്തിന് അദ്ദേഹം ഈ വലിയ പദ്ധതിയൊക്കെ രൂപകൽപ്പന ചെയ്യാതെ തന്നെ ഈ ഓപ്പറേഷൻ ഫണ്ടിലേക്ക് എനിക്ക് സെലക്ഷൻ ആവും. ഞാൻ എന്ത് വിചാരിച്ചോ അതിലേക്ക് തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടി. അതിൻ്റെ അന്ന് ഈ ഡോക്ടർ കുര്യൻ്റെ ഈ ദൗത്യത്തിൻ്റെ ടീമിൻ്റെ പേര് സ്പിയർ ഹെഡ് ടീം എന്നാണ്. മലയാളത്തിൽ പറഞ്ഞാൽ കുന്തമുന ടീം. അതായത് ഒരു കുന്തത്തിൻ്റെ മുന പോലെ നമ്മൾ തുളച്ചു ചെന്ന് ട്രാൻസ്ഫോർമേഷൻ വരുത്തുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ആ സ്പിയർ ഹെഡ് ടീമിൻ്റെ ഒരു മെമ്പറായിട്ട് ഞാൻ വരികയും എൻ്റെ ആദ്യത്തെ ദൗത്യം ഈ വാസ്തവത്തിൽ ഞാനൊരു പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് മിൽക്ക് പ്രോസസ്സിങ്, പ്രോഡക്ട്സ് മാനുഫാക്ചറിങ് ഇതൊക്കെയാണ് എൻ്റെ എഡ്യൂക്കേഷൻ എക്സ്പെർട്ടൈസ്. പക്ഷേ എൻ്റെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ 1 വർഷത്തെ ട്രെയിനിങ് ഇടയിലും പിന്നെ അമൂൽ എക്സ്പോസർ കഴിയുമ്പോൾ പാലിന് പിന്നിൽ മനുഷ്യരുമുണ്ട്. പാലെന്ന് പറയുന്നത് കേവലമായിട്ട് അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഗതി. ആരും തന്നെ നാട്ടുകാരൊക്കെ വളരെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചല്ല പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നവന് അവൻ്റെ വരുമാനത്തിൻ്റേതായ ഒരു ലക്ഷ്യമുണ്ട്. അപ്പോൾ ആ വരുമാന ലക്ഷ്യത്തിൽ അവനെ ഉത്സുകനാക്കണം. അവന് സ്ഥിരമായ വിപണിയും ലാഭകരമായ വിലയും ഉണ്ട്. ഇത് വേണമെങ്കിൽ വലിയൊരു മാർക്കറ്റ് ഓപ്പറേഷൻസിൻ്റെ ആവശ്യമുണ്ട്, വലിയൊരു ടെക്നിക്കൽ പ്രോസസ്സിങ്ങിൻ്റെ ആവശ്യമുണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ വെൽ മാനേജറായിട്ട് അതിനെ കൊണ്ടു നടക്കുന്നതിന് സർവോപരി ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ആളുകളുടെ ഒരു ദൗത്യബോധം. ഓരോ ലിറ്റർ പാലിലും അതിൻ്റെ പിന്നിലുള്ള ഒരു മനുഷ്യനെ
കാണാൻ സാധിക്കും. അവൻ്റെ കഷ്ടപ്പാടും അവൻ്റെ വേർപ്പും അവൻ്റെ ലാഭ അല്ലെങ്കിൽ അവൻ്റെ വരുമാന ചിന്തയും ഒക്കെ നമുക്ക് കോർത്തിണക്കി ചിന്തിക്കാൻ സാധിച്ചാലേ നമുക്കിത് അൾട്ടിമേറ്റായിട്ടൊരു സക്സസ് ആകും. അപ്പോൾ ഇതാണ് ആനന്ദ് നമുക്ക് തന്നിയ എക്സ്പീരിയൻസ്. കേവലമായൊരു സാങ്കേതിക പഠനമായിരുന്നില്ല, അല്ലെങ്കിൽ NDDBയുടെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ട്രെയിനിങ് കേവലമായൊരു സാങ്കേതിക ട്രെയിനിങ് ആയിരുന്നില്ല. അല്ലെ സബ്സീക്വൻ്റായിട്ട് എനിക്ക് കിട്ടിയ ഇർമയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് പഠനം, ഇതിലെല്ലാം മനുഷ്യനെ എല്ലാ വികസനവും അൾട്ടിമേറ്റ്ലി മനുഷ്യന് നന്മയ്ക്കായി ഭവിക്കണം. അതുകൊണ്ട് ടെക്നോക്രാറ്റ്സ് എന്ന നിലയ്ക്ക് ഇത് നമുക്ക് ശമ്പളം കിട്ടാനും അല്ലെങ്കിൽ നമുക്ക് വലിയ മഹിമ നടത്താനും അല്ലെങ്കിൽ വലിയ പദവി അലങ്കരിക്കാനുമുള്ള കേവലമായ ഒരു സംഭവമല്ല. അതിൻ്റെ പിന്നിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ഒരു ദൗത്യബോധത്തോടുകൂടി നമ്മുടെ ഒരു മിഷൻ മോഡിലേക്ക് വരണം എന്നൊക്കെയുള്ളതൊക്കെയാണ് അനുഭവത്തിൽ കിട്ടിയ പാഠം. അതാണിപ്പോൾ ഞാൻ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അച്ചീവ് ചെയ്യേണ്ട ഗോള് മാത്രമാണ് ഒരു മാനേജറുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ മുമ്പിൽ. അതിന് പുറകിൽ അതെങ്ങനെ അച്ചീവ് ചെയ്യണം, അതിലേക്കുള്ള മനുഷ്യരുടെ അവസ്ഥ, ഇതൊന്നും ചിന്തിക്കാൻ ആർക്കും, അത്രയും കോമ്പറ്റീറ്റീവ് ആണ് ഈ ലോകം. സാറ് ശരിക്കും ഒരു ഹ്യൂമൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് സാർ ഇപ്പോൾ എല്ലാം സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു സാറിന് തീർച്ചയായിട്ടും ഒരു മനോഹരമായ കുട്ടിക്കാലം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഫോർമേഷനെ കുറിച്ച് ഒന്ന് പറയാം. അതിൽ ഏറ്റവും വലിയ ഒരു റോള് ചർച്ചിന് തന്നെയാണുള്ളത്. കാരണം ഞാൻ 7ാം ക്ലാസ് വരെ ഇവിടെ കൂത്തുപറമ്പിൽ പഠിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ ഹൈസ്കൂൾ പഠനമൊക്കെ ചങ്ങനാശ്ശേരിയില്ല, എൻ്റെ കുട്ടനാടൻ നാട്ടുമ്പുറമായ പറാൽ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ ഞങ്ങളുടെ ചങ്ങനാശ്ശേരി മെത്രോപൊളിറ്റൻ പള്ളിയാണ് ഞങ്ങളുടെ അന്നത്തെ, ഇപ്പം പറാൽ ഇൻഡിപെൻഡൻ്റ് പോയി, അന്ന് മെത്രോപൊളിറ്റൻ പള്ളിയുടെ ഒരു കുഞ്ഞ് കുരിശുപള്ളിയാണ് ഈ പറാൽ. ഈ പറാൽ ഒരു കുട്ടനാടൻ ഗ്രാമമാണ്. അവിടേക്ക് മര്യാദയ്ക്കുള്ള റോഡോ ഒന്നുമില്ല. ഞായറാഴ്ചകൾ മാത്രമേ കുർബാനയുള്ളൂ. അച്ഛനെ അടുത്തുള്ള ബോട്ട് ജെട്ടിയിൽ നിന്ന് വള്ളത്തിൽ കൊണ്ടുവരണം ഈ ഞായറാഴ്ച കുർബാനയ്ക്ക് വേണ്ടി. അതൊക്കെ കൈക്കാരന്മാരും മറ്റുമൊക്കെ അതിൻ്റെ ക്രമീകരണമുണ്ട്. എൻ്റെ ദൗത്യം എല്ലാ ശനിയാഴ്ചയും വലിയ പള്ളിയിൽ, ഞങ്ങൾ വലിയ പള്ളി എന്ന് പറയാം, വലിയ പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് ഓസ്തിയും വീഞ്ഞും തലേ ദിവസം കൊണ്ടുവരണം. അത് എൻ്റെ ഒരു, ഞാനന്ന് ആൾട്ടർ ബോയാണ്, അൾത്താര ബാലനാണ്. അപ്പോൾ അതിൽ എൻ്റെ ഒരു ദൗത്യം ഇതാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ചെറിയ ചെറിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള അവസരം തന്നെ കിട്ടുന്നത് ചർച്ചിലൂടെയാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ഈ കുരിശിൻ്റെ വഴിയുടെ സമയത്തൊക്കെ ഞങ്ങൾ ഈ റാന്തൽ വിളക്കൊക്കെ തൂക്കി വീട് തോറും നടന്ന് ഈ വ്യാസാഗ്ര എന്നാണ് പറയുന്നത്. അന്നത്തെ ഇന്നാണ് കുരിശിൻ്റെ വഴി, ഈ വാക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് അത്ര പോപ്പുലർ അല്ല. അപ്പോൾ അങ്ങനെ വീട് തോറും നടന്ന് 1ാം സ്ഥലം 2ാം സ്ഥലമൊക്കെ പാട്ട് പാടിക്കൊണ്ട് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ കുരിശിൻ്റെ വഴിയുടെ വേറൊരു ഇത് രാത്രിയിലാണ് ചെയ്യുക. അപ്പോൾ പിന്നെ പെരുന്നാളിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ മത്സരങ്ങൾ. സൺഡേ സ്കൂളിൽ എപ്പോഴും എനിക്ക് സ്കൂളിലാണെങ്കിലും ഞാൻ എൻ്റെ 5ാം ക്ലാസ് മുതൽ സ്ഥിരമായിട്ട് സ്കോളർഷിപ്പിലാണ് പഠിച്ചുകൊണ്ട് ഗ്രാജുവേഷൻ. ഈവൻ ഇർമയുടെ സ്റ്റഡി പോലും ഫുൾ സ്റ്റഡി എക്സ്പെൻസ് പിന്നെ NDDB ആയിരുന്നു വഹിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള സൺഡേ സ്കൂൾ നമുക്കുള്ള ക്ലാസ്സുകളും അതിൻ്റെ മത്സരങ്ങൾ, പിന്നെ വലിയ പള്ളിയിൽ പല മത്സരവും വരും, essay കോമ്പറ്റീഷൻ, പ്രസംഗിക്കാനുള്ള കഴിവ്, അതൊക്കെ വന്നത് വാസ്തവത്തിൽ ഈ നമ്മുടെ ഈ ചെറുപ്പകാലത്തുള്ള ഈ സൺഡേ സ്കൂൾ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ കേവലമായ ഒരു പിന്നെ മനുഷ്യനെ വെറും ആത്മീയ തലത്തിലേക്ക് മാത്രമല്ല ഇത്തരം സൺഡേ സ്കൂൾസിലൊക്കെ നടക്കുന്നത്, അവരെ ജീവിതത്തിൽ ഉള്ള നല്ല വീക്ഷണങ്ങൾ, കോമ്പറ്റീറ്റീവ്. പിന്നെ ഞങ്ങളുടെ പറാൽ പറഞ്ഞാൽ വളരെ പാവപ്പെട്ടവർ താമസിക്കുന്ന, എപ്പോഴും വെള്ളപ്പൊക്കവും കൃഷിനാശവും പട്ടിണിയും പല പ്രശ്നങ്ങളുള്ള ഒരു. അപ്പോൾ ഞങ്ങളുടെ വികാരിയച്ഛന്മാരെന്ന് പറയുന്നത് ആഴ്ചയിൽ കുർബാന ചെല്ലാൻ ആഴ്ചയിൽ ഒരിക്കലേ വരുന്നുള്ളെങ്കിലും അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ എല്ലാ ആഴ്ചയിലും മിക്കപ്പോഴും ഉണ്ട്. മനസ്സിലായി. അപ്പം ഞങ്ങളുടെ നാട്ടിൽ
അവരൊരു പ്രത്യേക പരിലാളനയോടുകൂടി പിന്നെ വളർത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു ഗ്രാമമാണ്. പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പട്ടിണി കാലങ്ങളിൽ കർക്കിടക മാസത്തിൽ വെള്ളപ്പൊക്കമൊക്കെ ആകുമ്പോൾ അരി വിതരണം, അങ്ങനെയൊക്കെയുള്ള പല പരിപാടികൾ. റോഡ് പിന്നെ വരമ്പൊക്കെ ഒലിച്ചു പോകും മഴവെള്ളം വന്നു കഴിഞ്ഞു. അപ്പം പുതിയ റോഡെന്ന് പറയാൻ പറ്റില്ല, അന്നത്തെ അവിടുത്തെ നടപ്പുപാത എന്ന് വരുന്ന വരമ്പുകൾ പിന്നീട് റീകൺസ്ട്രക്ട് ചെയ്യുക. പിന്നെ അങ്ങനെ പല മേഖലകളിൽ അവരുടെ ഒരു സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അനുഭവങ്ങളെല്ലാം തന്നെ നമ്മൾ എത്ര ഉയർന്നു ചെന്നാലും പറാലിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയിൽ നിന്ന് നമ്മൾ വരുന്നത് കൊണ്ട് നമ്മൾ എത്ര നിലയിലെത്തിയാലും ഇവരെ നമുക്ക് എങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ അവരുടെ ഓരോരുത്തരുടെയും നിത്യജീവിതത്തിൽ എങ്ങനെ പരിപുഷ്ടിപ്പെടുത്താൻ സാധിക്കും. ഒരുപക്ഷെ ഞാനത് ചെയ്യുന്ന ഇപ്പോഴും ഞാൻ ചെയ്യുന്ന എൻ്റെ മാനേജ്മെൻറ്റ് സ്കിൽസ് വഴിയോ, അല്ലെങ്കിൽ എൻ്റെ ടെക്നോളജിക്കലായിട്ടുള്ള എൻ്റെ കഴിവുകൾ വഴിയോ, അല്ലെങ്കിൽ എൻ്റെ പൊസിഷൻ കൊണ്ട് എനിക്ക് ഉന്നതങ്ങളിലുള്ള സ്വാധീനം വഴിയോ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ മറ്റ് ഞാനുമായി ബന്ധപ്പെടുന്ന ആൾക്കാരുടെ നയങ്ങളിലെ സ്വാധീനിക്കാൻ സാധിക്കുന്നത് വഴിയോ, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വഴിയോ ഒക്കെ നമ്മൾ പല പദ്ധതികളും നമുക്ക് സാധിച്ചെടുക്കാനുള്ള സമയത്ത് പ്രോജക്റ്റ് പ്രപ്പോസൽസ് കൊടുക്കുക, അതിനുവേണ്ടി ശക്തമായിട്ട് അവിടെ പോയി വാദിക്കുക, നല്ല പ്രസൻറ്റേഷൻസ് കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അൾട്ടിമേറ്റ്ലി താഴേക്കിടയിലുള്ള ഒരാളുടെ ജീവിതത്തെ പരിപുഷ്ടിപ്പെടുത്താനുള്ള ഒരു ദൗത്യമായിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് വാസ്തവത്തിൽ ഈ ഇത്തരമുള്ള ഒരു. അപ്പോൾ ഇന്ന് പലരെക്കുറിച്ചും വളരെ സെൽഫിഷ് എന്നൊക്കെ പറയുന്നൊരു കാര്യം, മോസ്റ്റ് ഓഫ് ദീസ് ഗൈസ് ആർ ഹൈലി അർബൻ ഓറിയൻറ്റഡ്. ചെറിയ അവർക്ക് സാധാരണക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു ഇപ്പോൾ ഇഫ് ഐ എം എ വെറ്റിനറി ഡോക്ടർ, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് പട്ടണത്തിലുള്ള ഒരു പോമറേനിയൻ പട്ടിയെ കെയർ ചെയ്താൽ എനിക്ക് ഒരു കൊച്ചമ്മ 1000 രൂപ തരും. ഒരുപക്ഷെ ഞാൻ ഒരു വിദൂര ഗ്രാമത്തിൽ പോയി ഒരു പശുവിൻ്റെ പ്രസവം അസമയത്ത് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും പണം കിട്ടിയെന്ന് വരില്ല, ഞാൻ കഷ്ടപ്പാട് താണ്ടി അങ്ങ് എത്തണം. അപ്പോൾ പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പട്ടിയെ കൊണ്ട് കിട്ടുന്നതും ഔട്ട്പുട്ടും ഒരു പശുവിനെ കൊണ്ട് കിട്ടുന്ന ഔട്ട്പുട്ടും ആളുകളുടെ ജീവിതത്തിൽ എത്രത്തോളം വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഓരോ പ്രൊഫഷണൽസും ഇങ്ങനെ ചിന്തിക്കണം. അൾട്ടിമേറ്റ്ലി സാധാരണക്കാർക്ക് വേണ്ടി നമ്മുടെ പ്രൊഫഷണൽ നോളജ് കൊണ്ട് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒരിക്കലും നമ്മുടെ ഡയറക്റ്റ് കോൺട്രിബ്യൂഷനും ഇൻഡയറക്റ്റ് കോൺട്രിബ്യൂഷനും നമ്മൾ അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് കാണാൻ സാധിക്കണം. അൾട്ടിമേറ്റ്ലി ദർ ഇസ് എ ഗൈ ഓവർ ദർ, ഒരു സാധാരണക്കാരനായ ആൾക്കാരുടെ വലിയൊരു പ്രതീക്ഷ എന്ന പോലെയാണ്. ഞാൻ ഏറ്റവും രസം, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നില്ല, അവൻ അറിയില്ല. അവൻ്റെ പ്രശ്നങ്ങളുമായിട്ട് മല്ലടിക്കുകയാണ്. ഇയാൾ എൻ്റെ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ കഴിവുള്ള ആളാണെന്നുള്ള രീതിയിലൊന്നും നമ്മളെ ആരും കാണത്തില്ല. നമ്മളാണ് ഇത് കണ്ടെത്തേണ്ടത്. അതായത് എനിക്കിങ്ങനെ ചെയ്യാവുന്നതാണ്, ഐ ഷുഡ് ഡു ദാറ്റ് എന്നുള്ളത്. ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്തയാണ് ഇപ്പോൾ സാർ പങ്കുവെച്ചത്. ഇന്നത്തെ ജനറേഷനിൽ കാണാൻ സാധിക്കാത്തതും ഇത് തന്നെയാണ്. നമുക്ക് തേടി വരുന്നവന് മാത്രം പാലുള്ളൂ, അല്ലെങ്കിൽ കയ്യൂക്കുള്ളവന് മാത്രമേ പാലുള്ളൂ എന്നുള്ള പറയുന്ന തിരസ്കൃതരായ ഒരു സമൂഹം. അതിനകത്തുള്ള വേറൊരു വിഷൻ വിച്ച് ഐ യൂഷ്വലി പലയിടത്തും പറയാറുള്ളതാണ്. അതായത് നമ്മൾ പാവങ്ങളെ, നമുക്ക് പരമ്പരാഗത ഒരു ക്രിസ്തീയ വിഷൻ ഉണ്ടല്ലോ, അതായത് പാവങ്ങളോടൊപ്പമായിരിക്കുക. പക്ഷേ ഞാൻ അല്പം കൂടി കിടന്നാണ് ചിന്തിക്കുന്നത്, വൈ ഷുഡ് ദി പുവർ ബി ദെയർ? അവൻ എന്തുകൊണ്ട് അവിടെ പാവമായിരിക്കണം? അവൻ ഒരു പാവപ്പെട്ടവനായി ഇരിക്കെ പിന്നെ അവനെ സഹായിക്കുന്നതിന് കാര്യം അവൻ പാവപ്പെട്ടവനാകാൻ പാടില്ല. വൈ ഷുഡ് ദ പോവർട്ടി ബി ക്രിയേറ്റഡ്? പോവർട്ടി എങ്ങനെ ഉണ്ടാക്കുന്നത്? ആകെയുള്ള സമ്പത്ത് കുറച്ച് പേരെല്ലാം കൂടെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നു. അപ്പോൾ ആകെ പങ്കുവയ്ക്കുമ്പോൾ കുറച്ച് പേർക്ക് ഇല്ലായ്മയിലേക്ക് പോകും. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒന്ന്, സമ്പത്ത് നിരന്തരമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. കാരണം വെച്ചാൽ പോപ്പുലേഷൻ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സമ്പത്ത് കൂടുന്നില്ലെങ്കിൽ പങ്കുവയ്ക്കാൻ ഓരോരുത്തർക്കും കിട്ടുന്നത് കുറവായിരിക്കും പങ്കുവയ്ക്കുന്ന സമയത്ത്. രണ്ടാമത്തെ കാര്യം, ഈ പങ്കുവയ്ക്കൽ നീതിപൂർവമാണോ? ഈ സമ്പത്തെല്ലാം തന്നെ സമൂഹത്തിൽ കയ്യൂക്കുള്ളവനും അധികാരമുള്ളവനും അല്ലെങ്കിൽ പണമുള്ളവനും കൂടുതൽ സമാഹരിക്കാൻ വേണ്ടി പോകുന്ന ഒരു സംവിധാനമാണോ ഉള്ളത്? അതോ ആ സംവിധാനത്തെ മാറ്റിമറിച്ച് ഈ ഉണ്ടാക്കുന്ന സമ്പത്ത് എല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്ന ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിന് ഉണ്ടാകണമെങ്കിൽ ഈ പാവങ്ങളെ നമ്മൾ ശാക്തീകരിക്കണം. അവർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളപരി അവരെ ഒറ്റക്കാലിൽ നിർത്താനായിട്ട് ഞങ്ങളുടെ ഈ മിൽമ സംവിധാനം എന്ന് പറയുന്നത് ക്ഷീരകർഷകരുടെ ഓണർഷിപ്പാണ്. ഞങ്ങളൊക്കെ ക്ഷീരകർഷകരുടെ ശമ്പളം പറ്റുന്നവരാണ്. ഈ ബ്രാൻഡ് ഈസ് ഓൺഡ് ബൈ
ദീസ് പീപ്പിൾ. ഓക്കെ. ഏതാണ്ട് ഇപ്പം ഞാൻ പ്രതിദാനം ചെയ്യുന്ന മലബാർ മേഖലയിൽ മാത്രം ഏതാണ്ട് 1.5 ലക്ഷം കൃഷിക്കാർ ദിവസവും പാല് തരുന്നുണ്ട്. ഏതാണ്ട് 5.5 ലക്ഷം ലിറ്റർ പാല് ഞങ്ങൾ സംഭരിക്കുന്നു. മാർക്കറ്റിലെ ലീഡറാണ് ഞങ്ങൾ. ഇന്നിപ്പോൾ ആര് പാല് കുടിക്കണമെന്ന് നിശ്ചയിക്കുന്ന ഇവിടുത്തെ ക്ഷീര കർഷകരാണ്. കാരണം അത്ര ഡോമിനൻറ്റ് ബ്രാൻഡായിട്ട് നമ്മൾ ഏതാണ്ട് 10,000 ഔട്ട്ലെറ്റ്സിലൂടെ ഞങ്ങൾ ഒരു ദിവസം ഇന്ന് കൺസ്യൂമേഴ്സിന് പാലെത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പം പാവങ്ങൾക്ക് പണമുണ്ടാകണം, അല്ലെങ്കിൽ പാവങ്ങളല്ലാതാകണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പണം വരേണ്ടത് ആരുടെ കയ്യിൽ നിന്നാണ്? ഉപഭോക്താവിൻ്റെ കീശയിൽ നിന്നാണ്. അതുകൊണ്ട് അവൻ്റെ കീശയെ ഇവന് ആക്സസിബിൾ ആക്കുക എന്നുള്ളതാണ്. അതത്ര എളുപ്പമല്ല. നല്ല സർവീസ്, നല്ല പ്രോഡക്ട്സ്, അങ്ങനെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ടെക്നോളജി, ഓർഗനൈസേഷൻ, എല്ലാ മോഡേൺ മാനേജ്മെൻറ്റ് ടെക്നിക്സും ഒരു മൾട്ടിനാഷണലോ മറ്റേതെങ്കിലും ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏതൊരു വ്യാപാര സംവിധാനവും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിലും മഹിമയോടെ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു ഡിവൈൻ പ്രോസസ്സ് എന്ന പോലെയാണ് ഞാനിപ്പോൾ എൻ്റെ ജോലിയെ പദവിയെ ഒക്കെ കാണുന്നത്. അല്ല, ഞാൻ ഓർക്കായിരുന്നു ഇത് സാറ് ശരിക്കും ജോലി ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അതെ. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ അവനവന് വേണ്ടി, അവനവന് വലിയ വീടുണ്ടാക്കാനും അവനവന് വേണ്ടി അവനവൻ്റെ അസറ്റ് കൂട്ടാനും വേണ്ടിയിട്ടാണ് പലപ്പോഴും പലരും ജോലി ചെയ്യുന്നത്. ഡയറക്ട്ലി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. ഈ അവനവന് വേണ്ടിയിട്ടെന്നുള്ളത് സ്വാഭാവികമായിട്ടും വേണം. ഇപ്പോൾ നമ്മളൊരു വെൽ എംപ്ലോയിഡ് അല്ല എങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ നിത്യ വരുമാനത്തെക്കുറിച്ചാണ് എൻ്റെ വ്യഗ്രതയെങ്കിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല. സോ വി ആർ ഓൾ റീസണബിളി വെൽ പെയ്ഡ്. റീസണബിൾ അല്ല, നന്നായിട്ട് തന്നെ നമ്മുടെ കൃഷിക്കാർ നമ്മളെ വളരെ നന്നായിട്ട് പരിപാലിക്കുന്നു. അതുകൊണ്ട് എന്താണ്, നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം കൂടുകയാണ്. ഉത്തരവാദിത്വം കൂടുന്നതിനോടൊപ്പം തന്നെ ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടവന് സമ്പദ് സൃഷ്ടി അല്ലെ സ്വന്തമായിട്ട് കാശുണ്ടാക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. രണ്ടാമത് നമ്മളൊരു ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ഇങ്ങനെ സ്വതന്ത്രമായിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മഹിമയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉപയോഗിക്കാൻ പറ്റുന്നു. അത് വളരെ പ്രധാനമാണ്. പിന്നെ നമ്മളുടെ ഈ ഓർഗനൈസേഷൻ്റെ നിത്യ പ്രോസസ്സുകളിൽ റുട്ടീൻ ഓപ്പറേഷൻസ് കൂടാതെ ദർ ഇസ് എ ബിൽഡിംഗ് എ പ്രോസസ്സ്. അതായത് സിസ്റ്റംസ്, പ്രാക്ടീസസ് ഒക്കെ ഒരു ലോങ് ടൈം ബേസിൽ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, അല്ലെങ്കിൽ റീഫോം ചെയ്തുകൊണ്ടിരിക്കും. കാരണം ബിസിനസ് എൻവയറമെൻറ്റ് മാറി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അടുത്ത കാലത്ത് ഇപ്പം ധാരാളമായിട്ട് സോഫ്റ്റ്വെയർ ബേസ്ഡ് ഓപ്പറേഷൻസ് ആണ്. ഓൺലൈൻ ബിസിനസ് പോലെ ഇപ്പോൾ ഓൺലൈനിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രക്ചർ ചിലപ്പം മാറേണ്ടി വരും. ഇപ്പോൾ മിൽക്കിലൊന്നും അത്രയും അങ്ങോട്ട് എത്തിയിട്ടില്ല, പക്ഷേ മിൽക്ക് പ്രോഡക്ട്സിലേക്ക് അത് കടന്നു വരുന്നുണ്ട്. വെജിറ്റേറിയനിസം കയറി വരുന്നു. അപ്പോൾ ഇപ്പം പനീർ എന്ന് പറയുന്ന ഉൽപ്പന്നം ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഇറക്കിയതാണ്. അപ്പോൾ അങ്ങനെ വൈവിധ്യമാർന്ന ചേഞ്ചസ് ഫീൽഡിൽ വരുമ്പോൾ ഇതെല്ലാം തന്നെ ഈ പാവപ്പെട്ടവർക്ക് അനുരൂപമാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. ദീസ് ആർ ഗ്രോയിങ് മാർക്ക്. ഇതെല്ലാം നമുക്ക് ഇവർക്ക് വേണ്ടി സമ്പദ് സൃഷ്ടി ഉണ്ടാക്കാവുന്ന ചാൻസസ് ആണ്, ഓപ്പർച്യൂണിറ്റീസ് ആണ്. പക്ഷേ അങ്ങനെ ഇത് നിരന്തരമായിട്ട് റീസ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മളൊരു ക്രിയേറ്റീവാണ്. നമ്മൾ വെറുതെ രാവിലെ വന്ന് കുറേ ഫയലുന്തി വൈകുന്നേരം വീട്ടിൽ പോകുന്ന തലത്തിലേക്ക് പോയാൽ പോരാ. വി നീഡ് ടു ബി വെരി ക്രിയേറ്റീവ്. കണ്ണും കാതും കൂർപ്പിച്ച് എൻവയറമെൻറ്റ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം. രണ്ടാമത് നമ്മുടെ സ്ട്രക്ചറൽ റീഫോർമേഷൻസിനുള്ള ഒരു കോമ്പീറ്റൻസി നമുക്ക് വേണം. മൂന്നാമത് ഈ സ്ട്രക്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതിനകത്ത് ഉൾപ്പെടുന്ന മനുഷ്യരാണ്, ഹ്യൂമൻ പവർ. കാരണം അവരാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു റിസോഴ്സ് ബേസ്. മെറ്റീരിയൽസ്, മണി, മാൻ പവർ, മെഷീൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യർ തന്നെയാണ്. അപ്പോൾ അവരെ നിരന്തരമായിട്ട് ട്രെയിനിങ്ങിലൂടെയൊക്കെ നമ്മുടെ ഈ ദൗത്യത്തിലെ പങ്കാളികളാക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വളരെ സെൻസിറ്റീവായൊരു കാര്യം, ഇറ്റ് ഇൻവോൾവ്സ് ക്രോഴ്സ് ആൻഡ് ക്രോഴ്സ് ഓഫ് റുപ്പീസ്. ഇപ്പം മിൽമ മൊത്തത്തിൽ ഇപ്പോൾ എടുത്ത ടേൺ ഓവർ 2200 കോടിയാണ്. 2200 കോടിയിൽ ഇപ്പം മലബാർ എൻ്റെ റീജിയൻ തന്നെ ഈ വർഷം വി ആർ ക്രോസിങ് 750 crores. അപ്പം ധാരാളം പണം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അഴിമതി, അതിലെ കെടുകാര്യസ്ഥത, പണം ചോരാനുള്ള പല സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെ നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം. ഈ പണം എന്ന് പറയുന്നത് ഇവിടുത്തെ കൃഷിക്കാരുടെ സമ്പത്തും വേർപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനെ ഒരു കാരണവശാലും അതിന് ഒരു അപഭ്രംശം സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം. അപ്പോൾ പ്രോസസ്സുകൾ എഫിഷ്യൻ്റ് ആയിരിക്കുന്നത് മാത്രം പോരാ, അടിയുറച്ച ഒരു മൂല്യബോധത്തോടുകൂടി ഒരു സംസ്ഥാനം, അഴിമതിയെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ പിന്നെ തെറ്റായ പ്രവണതകൾക്ക് ഇതിനകത്ത് സ്ഥാനം കൊടുക്കാതിരിക്കുക, മാൽ പ്രാക്ടീസസ് ഒഴിവാക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ ജാഗരൂകരായിരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു വർക്ക് ഫോഴ്സിനെ ഇത്തരത്തിലുള്ള ഒരു മൂല്യബോധത്തിൽ കൊണ്ടുവരിക എന്നുള്ളതും ഒരു, അപ്പം
എൻ്റെ സമയത്തിൻ്റെ നല്ലൊരു ഭാഗം പോകുന്നത് ട്രെയിനിങ് പർപ്പസിന്. ധാരാളം ട്രെയിനിങ്സ് ഞങ്ങൾക്കൊരു ട്രെയിനിങ് സെൻ്റർ ഉണ്ട് ബേപ്പൂര്. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു റോള് ഈ ദൗത്യത്തെക്കുറിച്ചും ഈ ഫാർമേഴ്സിനെ എംപവർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിൽ ടെക്നോളജിക്കലി നമ്മൾ ഏറ്റവും ലീഡ് ചെയ്ത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മൾ സ്വന്തമാക്കണം. കാരണം നമ്മൾ മത്സരിക്കുന്നത് മൾട്ടിനാഷണൽസും അല്ലെങ്കിൽ നമ്മുടെ ക്ഷീരവിപണി കൈയടക്കാൻ സ്വകാര്യ ലാഭത്തോടു കൂടി താല്പര്യമെടുക്കുന്ന പല ഫോഴ്സസിനെ നമ്മൾ മാറ്റി നിർത്തുകയും ഈ വലിയ സമ്പത്തിൻ്റെ സ്രോതസ്സിനെ നമ്മുടെ കൃഷിക്കാർക്ക് അനുരൂപമാക്കി വഴിതിരിച്ചു വിടുകയും ചെയ്യാമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി ടഫ് പ്രോസസ്സാണ്. അപ്പം കണ്ടും കാതും കൂർപ്പിച്ച് പുറത്തേക്ക് നോക്കണം, അകത്തേക്ക് നോക്കണം, അതിനിടയിൽ നമ്മുടെ റുട്ടീൻ വർക്കുകൾ കൊണ്ടുപോകണം. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക വലിയ കോംപ്ലക്സ് ആണെന്ന് തോന്നുക എനിക്കങ്ങനെ തോന്നുന്നു. കാരണം ഐ എൻജോയ് ഇറ്റ്. അതുകൊണ്ട് പിന്നെ വർക്കിംഗ് ഓൺ എ പാഷൻ. അതെ, അതിനോടൊരു പാഷനുണ്ട്, നോട്ട് ഓൺ പ്രഷർ. ആർക്കെങ്കിലും വേണ്ടി ചെയ്യല്ല, ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയില്ല, സ്വയം ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് സാധാരണക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അപ്രീസിയേഷൻ പോലും ചിലപ്പം കിട്ടിയെന്ന് വരില്ല. കാരണം ദേ ആർ ബിസി വിത്ത് ഡെയിലി കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇതെല്ലാം ഇങ്ങനെ എൻ്റെ പാല് ദിവസവും എടുത്തു പോകുന്നു, എനിക്ക് എല്ലാ 10 ദിവസവും കൂടി ഇരിക്കുമ്പോൾ ഇപ്പം സൊസൈറ്റികളാണ് ഓരോ ആഴ്ചയിലും പേയ്മെൻറ്റ് കൊടുക്കുന്നത്, ഞങ്ങൾ 10 ദിവസത്തിലൊരിക്കലാണ് പേയ്മെൻറ്റ്. അപ്പോൾ റുട്ടീനായിട്ട് എൻ്റെ ഗ്യാരണ്ടീഡ് പേയ്മെൻറ്റ് അവിടെ വരുന്നു. ഇതിന് സീസണാലിറ്റി ഉണ്ട്. മഴക്കാലത്ത് സർപ്ലസ്, വേനൽക്കാലത്ത് ഷോർട്ടേജ്, കാലദേശഭേദമില്ലാതെ എൻ്റെ മുഴുവൻ പാലും എടുത്തു പോകുന്നു. വാനിലയ്ക്കൊക്കെ സംഭവിച്ച പോലെ എടുക്കാൻ ആളില്ലാത്ത സ്ഥിതിയൊന്നും വരുന്നില്ല. മനസ്സിലായി? ഇത് 24 hours ജാഗരൂകമായൊരു സംവിധാനത്തിലൂടെ എത്ര പാലുണ്ടാക്കിയാലും പണ്ടൊക്കെ പാൽ ഒഴുക്കിക്കളയുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അധികം ആയിട്ട് എടുക്കാൻ ആളില്ലാതെ. ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും പ്രോസസ്സിങ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഫുൾ മാർക്കറ്റ് കവറേജ് ഉണ്ട്, നെറ്റ്വർക്കിംഗ് വഴി ആ സർപ്ലസ് ഉള്ള പാല് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത്രയും പെരിഷബിളായ ഒരു സാധനത്തിന് ഇത്രയും വലിയൊരു സിസ്റ്റം നമുക്ക് വാർത്തെടുക്കുകയും മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഗുണമൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരുപക്ഷെ സാധാരണ ആളുകൾക്ക് ഇപ്പോഴും. കാരണം സെൽഫ് ഡ്രൈവിലാണ്, സെൽഫ് ഡ്രിവൺ ആയിട്ടായിരിക്കണം. ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുമെന്നോ ആരെങ്കിലും വിലമതിക്കുമെന്നോ വിചാരിച്ചിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണെന്നും അത് ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാകുന്നുള്ള ബോധം നമുക്കുള്ളത് കൊണ്ട് ആ ഒരു ഇതിൽ നമ്മളങ്ങനെ മുന്നോട്ട് പോകും.